ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു EJU Plus അക്കാഡമി. ഇന്ന് നമ്മൾ സോഷ്യോളജിയുടെ ചാപ്റ്റർ 12 മാരേജ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മാരേജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനുണ്ട്. അതുപോലെ കുറച്ച് ടൈപ്സ് മാരേജസ് ഉണ്ട്, അത് ഇതൊക്കെയാണ്, ആ ഒരു മാരേജസിൻ്റെ രീതികൾ, അതുപോലെ മാരേജസിൻ്റെ ഫങ്ഷൻസ്, അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാനുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിലുള്ള ഹൈന്ദവ മാരേജസ് എങ്ങനെയാണ്, ഹൈന്ദവ വിവാഹം എങ്ങനെയായിരുന്നു നടന്നിരുന്നത്, അതുപോലെ മുസ്ലിം വിവാഹങ്ങളും പരമ്പരാഗതമായിട്ട് നടന്നു വന്നിരുന്ന 4 തരത്തിലുള്ള മുസ്ലിം വിവാഹങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഡെഫിനിഷൻ ഓഫ് മാരേജ്. അപ്പം മാരേജ് എന്താണെന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. നമുക്കറിയാം മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വ്യക്തികൾ ഒരുമിച്ച് ഒരു സ്ത്രീയും പുരുഷനും കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്നതിനെയാണ് നമ്മൾ മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാരേജ് നമുക്കറിയാം ഒരു സർവ്വലൗകികമായിട്ടുള്ളൊരു കാര്യമാണ് മാരേജ്. അപ്പോൾ ഇതൊരു സർവ്വലൗകിക സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ ഒരു വിവാഹം എന്ന് പറയുന്നത്. അതെന്താണ്? സ്ത്രീ പുരുഷന്മാരെ ഒരു കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥാപനമാണ് വിവാഹം. അതുപോലെ ഈ വിവാഹവും കുടുംബവും ഒക്കെ പരസ്പര പൂരകങ്ങളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു മനുഷ്യവംശത്തിൻ്റെയൊക്കെ തുടക്കം മുതൽ നിലനിന്ന് പോരുന്ന ഒരു ഏറ്റവും പ്രാചീനവും അതുപോലെ തന്നെ അടിസ്ഥാനപരവുമായിട്ടുള്ളൊരു സാമൂഹിക സ്ഥാപനമാണ് വിവാഹം എന്ന് നമുക്ക് പറയാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. ഒരു പുരുഷനോ ഒന്നിലധികം പുരുഷന്മാരോ ഒരു സ്ത്രീയുമായോ ഒന്നിലധികം സ്ത്രീകളുമായോ സമൂഹമോ നിയമമോ അംഗീകരിച്ച ചില ആചാരാനുഷ്ഠാനങ്ങളോടെ ഇരു കൂട്ടർക്കും ബാധകമായ ചില നിബന്ധനകൾക്ക് വിധേയമായി പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദിഷ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റപ്പെടേണ്ടതുമായ ഒരു ആചാരമോ കരാറോ ആണ് വിവാഹം എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരോ സ്ത്രീയുമായിട്ട് ഒന്നിലധികം സ്ത്രീകളുമായിട്ടൊക്കെ ഒരു സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ ഇരു കൂട്ടരും ഒരു വിവാഹത്തിലോട്ട് എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താണ്? ഇതൊരു പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യമാണ്. അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിലൊക്കെ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുറച്ചൊരു നിർദ്ദിഷ്ടമായിട്ടുള്ളൊരു കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റപ്പെടേണ്ടതുമായിട്ടുള്ളൊരു ആചാരമോ അല്ലെങ്കിൽ ഒരു കരാറോ ആണ് വിവാഹം എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. അതുപോലെ വേറൊരു ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. പുനരുൽപാദനാർത്ഥം കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ട ഒരു മാർഗം കൂടെയാണ് വിവാഹം. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മാരേജ് നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന മാരേജിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് മോണോഗമി എന്ന് പറയുന്നത്, ഏകപത്നിത്വം അഥവാ ഏകപതിത്വം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ മോണോ എന്ന് പറയുമ്പോൾ ഏകപതിയോ അല്ലെങ്കിൽ ഏകപത്നി, അതാണ് ആ ഒരു മീനിങ് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ മാത്രം എന്നതാണ് ഈ ഒരു വിവാഹ രീതിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ രീതി സർവ്വസാധാരണമാണ്. ഒരാളെ മാത്രം വിവാഹം ചെയ്യാൻ അനുവാദമുള്ളൂ. എല്ലാ സമൂഹങ്ങളിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന വിവാഹ മാതൃകയാണിത്. ഓക്കെ, അപ്പം മാരേജിൻ്റെ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് മോണോഗമി എന്ന് പറയുന്നത്. മോണോഗമിയിൽ 1 ഹസ്ബൻഡ് 1 വൈഫ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു വിവാഹം നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ജനറലി നമ്മുടെ സമൂഹങ്ങളിലെല്ലാം പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു വിവാഹ മാതൃകയാണിത് കേട്ടോ. അതാണ് ഏകപത്നിത്വം അഥവാ ഏകപതിത്വം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. നെക്സ്റ്റ് ഒരു മാരേജിൻ്റെ ഒരു ടൈപ്പാണ് പോളിഗമി എന്ന് പറഞ്ഞാൽ. പോളിഗമി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം അഥവാ ബഹുഭർത്തൃത്വം എന്നാണ് കേട്ടോ. അപ്പോൾ പോളിഗമി എന്ന് പറയുന്ന പോളി എന്ന വാക്കിലുണ്ട് ഒന്നിലധികം എന്ന് പറഞ്ഞൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പം ഈ ബഹുഭാര്യത്വം അഥവാ ബഹുഭർത്തൃത്വം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടായിരിക്കും. ഈ വിവാഹ മാതൃക അനുസരിച്ച് ഒരു പുരുഷന് 2ഓ അതിലധികമോ ഭാര്യമാരെ ഒരേ സമയം വിവാഹം ചെയ്യാം. ഇത്തരം വിവാഹ മാതൃക നിലനിന്നിരുന്നത് പ്രാചീന സമൂഹങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഈ പോളിഗമി എന്ന് പറഞ്ഞാൽ 1 ഹസ്ബൻഡും മൾട്ടിപ്പിൾ വൈഫ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഈ പോളിഗമി എന്ന് പറഞ്ഞാൽ അപ്പോൾ പോളി എന്ന വാക്കിലുണ്ട് നമുക്ക് ഒന്നിലധികം എന്നാണ്. അപ്പോൾ ഒന്നിലധികം സ്പൗസസ് ഉള്ള മാരേജിനെയാണ് നമ്മൾ പോളിഗമി മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോളിഗമിയുടെ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പോളിയാൻഡ്രിയും ആൻഡ് പോളിഗൈനിയും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം.
പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ബഹുഭർത്തൃത്വം എന്നാണ് കേട്ടോ. അപ്പോൾ പോളിയാൻഡ്രി എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ അത് പുരുഷനുമായിട്ട് റിലേറ്റ് ചെയ്യാം, എന്നാൽ നമുക്ക് അത് ബഹുഭർത്തൃത്വമാണെന്ന് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. പോളിയാൻഡ്രി ബഹുഭർത്തൃത്വം. ഓക്കെ, ഈ ഒരു വിവാഹ മാതൃക അനുസരിച്ചിട്ട് ഒരു സ്ത്രീക്ക് 2 അതിലധികമോ പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വിവാഹ മാതൃക കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിലാണ്. ഓക്കെ, അപ്പോൾ ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീക്ക് 2 അതിലധികമോ പുരുഷന്മാരെ ഭർത്താവായിട്ട് സ്വീകരിക്കാനാണ് ഈ ഒരു മാരേജിലൂടെ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോളിഗമിയുടെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് പോളിഗൈനി എന്താണെന്ന് നോക്കാം. അപ്പോൾ പോളിഗൈനി നിങ്ങൾ സ്ത്രീയുമായിട്ട് റിലേറ്റ് ചെയ്യുക, അതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വേർഡിൻ്റെ മീനിങ് കിട്ടും. ബഹുഭാര്യത്വം എന്നുള്ളതാണ്. അപ്പോൾ പോളിയാൻഡ്രി ബഹുഭർത്തൃത്വമാണ്, പോളിഗൈനി ബഹുഭാര്യത്വമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുള്ളതിനെയാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോളിയാൻഡ്രിയിലാണ് എന്താണ് 1 വൈഫും മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സും ഉള്ളത് പോളിയാൻഡ്രിയിൽ. അപ്പോൾ പോളിഗൈനിയിൽ എന്താണ് ഒന്നിലധികം സ്പോസസ് ഉള്ള മാരേജിനെയാണ് പോളിഗമി എന്ന് പറയുന്നത്. പോളിഗൈനി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വമാണ്, ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുള്ളതിനെയാണ് ബഹുഭാര്യത്വം അഥവാ പോളിഗൈനി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് മാരേജ് നോക്കാനുള്ളത് അനുലോമയാണ്. അനുലോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന ജാതിക്കാരനായ പുരുഷൻ താഴ്ന്ന ജാതിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെയാണ് അനുലോമ അഥവാ മിശ്രജാതി വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അനുലോമ വിവാഹം സമൂഹത്തിലെ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കുമാണ് അനുവദിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അനുലോമ എന്ന് പറയുന്നത് പുരുഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ അതിൽ ഉയർന്ന ജാതിക്കാരനായിട്ടുള്ളൊരു പുരുഷൻ താഴ്ന്ന ജാതിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഒരു മിശ്രജാതി വിവാഹത്തിനെയാണ് നമ്മൾ അനുലോമ എന്ന് പറഞ്ഞത്. ഇതിൽ പുരുഷനായിരിക്കും ഉയർന്ന ജാതി, സ്ത്രീ ആയിരിക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ട, അവർ തമ്മിലുള്ള ഒരു വിവാഹമാണ് അനുലോമ ഒരു ഹൈപ്പർഗമി എന്നും പറയും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രതിലോമ ആണ്, ഹൈപ്പോഗമി. അത് എന്ത് മാരേജ് ആണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രതിലോമ മിശ്ര വിവാഹത്തിൽ താഴ്ന്ന ജാതിയിലെ പുരുഷൻ ഉയർന്ന ജാതിയിലെ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. എന്നാൽ ഇത്തരം വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ പ്രതിലോമയിൽ എന്താണ്? നേരെ അനുലോമയുടെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ എന്താണ്? താഴ്ന്ന ജാതിയിലാണ്, പുരുഷനാണ് ഇതിൽ താഴ്ന്ന ജാതി, സ്ത്രീ ആയിരുന്നു ഉയർന്ന ജാതി. അപ്പോൾ അവർ തമ്മിലുള്ളൊരു വിവാഹമാണ് ഈ ഒരു പ്രതിലോമ ഒരു ഹൈപ്പോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാരേജിൻ്റെ 2 ടൈപ്സ് ആണ്, മോണോഗമിയും അതുപോലെ പോളിഗമിയും. അപ്പോൾ മോണോഗമി എന്ന് പറഞ്ഞാൽ 1 ഹസ്ബൻഡ് 1 വൈഫാണ്. പോളിഗമി എന്ന് പറഞ്ഞാൽ 1 ഹസ്ബൻഡിന് മൾട്ടിപ്പിൾ വൈഫ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതിൻ്റെ പോളിഗമിയുടെ ക്ലാസിഫിക്കേഷനാണ് പോളിയാൻഡ്രിയും പോളിഗൈനിയും. അപ്പോൾ പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ 1 വൈഫിന് മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സ് വരുന്നതാണ് പോളിഗണി. ഒരു ഭാര്യയ്ക്ക് 2 അതിലധികമോ ഭർത്താക്കന്മാർ വരുന്നത്. അപ്പോൾ അത് ആ ഒരു പോളിയാൻഡ്രി എന്ന് പറയുന്ന മാരേജ് നമ്മുടെ പണ്ട് കാലഘട്ടത്തിൽ, പ്രാചീന കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെയൊക്കെ സ്വത്തൊക്കെ അന്യാധീനപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലുള്ള ഒരു 2 ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു മൂത്ത സഹോദരനെ കല്യാണം കഴിപ്പിച്ചിട്ട് ആ ഒരാളുടെ ഭാര്യ തന്നെ ആയിരിക്കും അവരുടെ ഇളയ ആൾക്കും ഭാര്യ. അപ്പോൾ അതെന്താണ്? അതിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മാരേജ് പണ്ട് കാലത്തിൽ ഈ ഒരു പോളിയാൻഡ്രി നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാരേജ് ആണ് നോക്കാനുള്ളത്. വിവാഹത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 1, ലൈംഗിക സംതൃപ്തി. വിവാഹം വഴി 2 വ്യക്തികൾക്ക് നിയമപരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം ലഭിക്കുന്നു. അതേസമയം വിവാഹബന്ധത്തിന് പുറത്തുള്ള ബന്ധങ്ങളെ ഇത് വിലക്കുന്നു. അതാണ് ഫസ്റ്റ് ധർമ്മം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1, സന്താനോൽപാദനവും കുട്ടികളെ സംരക്ഷിക്കലും. വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണിത്. മാനസികമായും ശാരീരികമായും ആരോഗ്യകരമായ രീതിയിൽ വളർന്നു വരുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതും കൂടെ ഈ ഒരു വിവാഹത്തിൻ്റെ ധർമ്മമാണ്. അപ്പോൾ ഈ ഒരു ധർമ്മം എന്താണ്? വിവാഹത്തിലൂടെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു. നെക്സ്റ്റ് സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും. അപ്പോൾ അതൊരു മേജറായിട്ടുള്ളൊരു ഫങ്ഷനാണ്, സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും ഒരു കുടുംബത്തെ സംബന്ധിച്ചിട്ട്. ഓക്കെ, അപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ തുല്യമായ ഉത്തരവാദിത്വമാണ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് വൈകാരിക പിന്തുണ. വൈകാരിക പിന്തുണ എന്ന് പറയുമ്പോൾ എന്താണ്? മ്യൂച്വലി രണ്ടുപേരും ഭാര്യയും ഭർത്താവും എന്താണ് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും രണ്ടുപേർക്കും വേണ്ട ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ജീവിക്കുക. അതൊക്കെ ഒരു വിവാഹത്തിനെ സംബന്ധിച്ചിട്ടൊരു ധർമ്മമാണ് കേട്ടോ. അപ്പോൾ ലൈംഗിക സംതൃപ്തി, സന്താനോൽപാദനവും കുട്ടികളെ സംരക്ഷിക്കലും സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും വൈകാരിക പിന്തുണ. ഓക്കെ, ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മാരേജ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ്. അപ്പോൾ ഹൈന്ദവ വിവാഹത്തിൻ്റെ പരമ്പരാഗത രീതികൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇത് പ്രകാരം നമുക്കൊരു 8 വിവാഹ രീതികൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒന്നായിരിക്കും ഒരു വിവാഹ രീതിയെ പറ്റി വിശദമായിട്ട് എഴുതാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ഒരു എസ്സേ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഫസ്റ്റ് ഒരു പരമ്പരാഗതപരമായിട്ടുള്ളൊരു വിവാഹ രീതിയാണ് ബ്രഹ്മവിവാഹം. ഓക്കെ, ബ്രഹ്മവിവാഹം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യാശ്രമം വിജയകരമായിട്ട് തരണം ചെയ്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിലുള്ള വിവാഹമാണിത്. ബ്രാഹ്മണർക്ക് അനുയോജ്യമായതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാരേജിൽ എങ്ങനെയാണ് അവർ നടത്തുന്നത് നോക്കുക. ഇതിൽ വധുവിൻ്റെ അച്ഛന് തൻ്റെ മകളെ വരന് സമ്മാനമായിട്ട് നൽകുന്നു. ഇതാണ് കന്യാദാനം. അപ്പോൾ ഒരു കന്യാദാനമാണ് ഈ ഒരു വിവാഹ ചടങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഒപ്പം എന്താണ് സ്വർണവും വെള്ളിയും ഒക്കെ എന്താണ് സ്ത്രീധനമായിട്ടും നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാരേജിൽ കഴിച്ചിട്ടുള്ള ഒരാൾക്കാരാണ് ദശരഥനും കൗസല്യയും. ഈ ഒരു ബ്രഹ്മവിവാഹത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് വധുവിൻ്റെ അച്ഛൻ തൻ്റെ മകളെ വരന് സമ്മാനമായിട്ട് നൽകുന്നു. ഇതിനെയാണ് കന്യാദാനം എന്ന് പറയുക. ഒപ്പം എന്താണ് സ്വർണവും വെള്ളിയും ഒക്കെ എന്താണ് സ്ത്രീധനമായിട്ട് നൽകുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഒരു പരമ്പരാഗതപരമായിട്ടുള്ള ഹൈന്ദവ വിവാഹം കേട്ടോ, ബ്രഹ്മവിവാഹം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് വിവാഹം നോക്കുക, ദൈവവിവാഹം. ദൈവവിവാഹത്തിൽ എന്താണ്? യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ തൻ്റെ പുത്രിയെ പുരോഹിതന് ദക്ഷിണയായി നൽകുന്നു. ഇവിടെ സ്ത്രീ പുരോഹിതനെ വിവാഹം കഴിക്കുന്നു. ഇത് അഗ്നികുണ്ഡത്തിന് മുന്നിൽ വെച്ചാണ് നടത്തുക. അതുകൊണ്ടാണ് ഇതിന് ദൈവവിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ അവരുടെ മകളെ ഒരു പുരോഹിതനാണ് ദക്ഷിണയായിട്ട് നൽകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സ്ത്രീ എന്താണ് പുരോഹിതനെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഇതൊരു അഗ്നികുണ്ഡത്തിലും ഹോമകുണ്ഡത്തിൻ്റെ അങ്ങനെയൊക്കെ നടത്തുന്നൊരു ആ ഒരു സെറ്റപ്പിൽ നടത്തുന്ന ഒരു വിവാഹമായതുകൊണ്ടാണ് ഇതിനെ ദൈവവിവാഹം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാരേജാണ് ആർഷവിവാഹം. ആർഷവിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മഹർഷികളും സന്യാസികൾക്കും ഒക്കെ അനുവദനീയമായിട്ടുള്ള ഒരു വിവാഹ രീതിയാണിത്. അതുപോലെ എന്താണ്? സംസ്കൃതത്തിൽ ആർഷ എന്ന പദം എന്താണ് സൂചിപ്പിക്കുന്നത്? ഋഷ്യവരന്മാർ, അതുപോലെ ഋഷ്യ എന്ന വാക്കിനോടാണ് ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഋഷിവരന്മാർക്കൊക്കെ എന്താണ് ഈ ഒരു വിവാഹമോഹം ഉദിക്കുമ്പോഴാണ് ഈ ഒരു മാരേജ്, ഈ ഒരു ഇത്തരത്തിലുള്ളൊരു മാരേജ് അഥവാ വിവാഹം നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അവരെന്താ ചെയ്യുന്നത്? വധുവിൻ്റെ പിതാവിന് ഒരു പശുവിനെയോ കാളയെയോ അല്ലെങ്കിൽ ഇവയിൽ ഒരു ജോഡിയെയോ നൽകുന്നു. എന്നിട്ട് എന്താണ്? വധുവിനുള്ള ഒരു വിലയോ സ്ത്രീധനമോ അല്ല, യോഗാനുഷ്ഠാനത്തിൻ്റെ ആവശ്യത്തിലേക്കാണ് ഈ ഒരു കാളയെയും പശുവിനെയും ഒക്കെ നൽകുന്നത് കേട്ടോ. വധുവിനിട്ടൊരു വിലയായിട്ടല്ല, നേരെ മറിച്ച് അതൊരു യാഗാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ് അവരത് നൽകുന്നത്. അപ്പോൾ എന്നിട്ട് എന്താണ്? ഇതൊരു പുരോഹിത കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു മാരേജാണ് ആർഷവിവാഹം. അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു രീതി ആർഷവിവാഹം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് മാരേജാണ് പ്രജാപത്യ വിവാഹം. പ്രജാപത്യ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അഷ്ടവിവാഹങ്ങളിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട വിവാഹ രീതിയാണിത്. ഇത് ബ്രഹ്മവിവാഹത്തിൻ്റെ ഒരു പരിഷ്കൃത രൂപമാണിത്. അപ്പോൾ യോഗ്യനായ ഒരു പുരുഷന് പിതാവ് തൻ്റെ പുത്രിയെ നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ബ്രഹ്മവിവാഹമായിട്ട് കുറച്ച് കണക്ഷൻ ഉള്ള ഒരു വിവാഹ രീതിയാണ് പ്രജാപത്യ വിവാഹം. അപ്പം ഈ ഒരു രീതി അനുസരിച്ചിട്ട് ഇതിലെന്താണ്? ഒരു നല്ലൊരു യോഗ്യനായിട്ടുള്ളൊരു പുരുഷന് പിതാവ് തൻ്റെ പുത്രിയെ നൽകുന്നു. ഓക്കെ, നെക്സ്റ്റ് അസുരവിവാഹം. അസുരവിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു ഒഴിവാക്കാനാകാത്തൊരു തിന്മയാണ് ഈ വിവാഹ രീതി. ഇത്തരം വിവാഹത്തിൽ വധുവിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നു. അപ്പോൾ വരൻ എന്താണ്? വരൻ വധുവിൻ്റെ ബന്ധുക്കൾക്ക് പണം നൽകിയിട്ടാണ് വധുവിനെ സ്വന്തമാക്കുന്നത് ഈ ഒരു അസുര വിവാഹത്തിൽ. ഈ ഒരു വിവാഹ രീതിയിൽ പണത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാരേജാണ് ഗാന്ധർവ വിവാഹം. അപ്പോൾ ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ വിവാഹമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു മാരേജാണ് ഗാന്ധർവ വിവാഹം. അപ്പോൾ ഇതിലെന്താണ്? ഈ വിവാഹ രീതി അനുസരിച്ച് മാതാപിതാക്കളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള മാരേജാണ് രാക്ഷസ വിവാഹം. രാക്ഷസ വിവാഹം എന്ന് പറഞ്ഞാൽ മഹാഭാരത കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വിവാഹ രീതിയാണിത്. ഇതെന്താണ്? യുദ്ധത്തിൽ ജയിക്കുന്ന വ്യക്തി പരാജിതരുടെ ഭാഗത്തുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ചെറിയ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കൂടെ കൂടെ യുദ്ധങ്ങളും സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ എന്താണ് അന്ന് സാധാരണമായിരുന്ന കാലത്താണ് ഈ ഒരു രാക്ഷസ വിവാഹങ്ങൾ വളരെ കൂടുതലായിരുന്നു. നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട് രാക്ഷസ വിവാഹം. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിൽ തോൽക്കുന്ന നാട്ടുരാജ്യത്തെ സ്ത്രീകളെ ഈ ജയിക്കുന്ന ആളുകൾ വന്ന് കല്യാണം കഴിച്ച് പോകുന്ന രീതി. ഓക്കെ, അതാണ് ഈ ഒരു രാക്ഷസ വിവാഹം. നെക്സ്റ്റ് വൺ പൈശാചിക വിവാഹം. പൈശാചിക വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈന്ദവ വിവാഹങ്ങളിൽ ഏറ്റവും അപലപനീയവും നിഷ്കൃഷ്ടവുമായ വിവാഹ രീതിയാണ് ഈ ഒരു പൈശാചിക വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ്? രാക്ഷസ വിവാഹവുമായിട്ട് സാമ്യമുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു പൈശാചിക വിവാഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ചതിയിലൂടെയാണ് പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇത് ചതിയിൽപ്പെടുത്തിയിട്ടാണ് പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ഒരു രീതിയാണ് പൈശാചിക വിവാഹം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈന്ദവ പരമ്പരാഗതമായിട്ട് നടത്തി വരുന്ന ആ ഒരു മാരേജസ് ആണ് ഈ ഒരു 8 എണ്ണം നമ്മൾ പറഞ്ഞത്. ഇതിൽ നമ്മൾ പറഞ്ഞ മാരേജുകൾ ബ്രഹ്മവിവാഹം ഫസ്റ്റ് പറഞ്ഞിരുന്നു, പിന്നെ ദൈവവിവാഹം, ആർഷവിവാഹം, പ്രജാപത്യ വിവാഹം, അസുര വിവാഹം, ഗന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാചിക വിവാഹം. അപ്പോൾ ഇത്രയും മാരേജസ് ആണ് ഈ ഒരു ഹൈന്ദവ വിവാഹത്തിൻ്റെ പരമ്പരാഗത രീതികളിലൂടെ നടന്നുകൊണ്ടിരുന്ന കല്യാണങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫോംസ് ഓഫ് മുസ്ലിം മാരേജ്. അപ്പോൾ മുസ്ലിം വിവാഹങ്ങൾ 4 ടൈപ്പാണുള്ളത്. അപ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്ന വിവാഹ രീതികളാണ് ഈ ഒരു 4 എണ്ണം. ഫസ്റ്റ് വൺ നിക്കാഹ്, അത് നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ള ഒരു മാരേജ്. അതുപോലെ മുദ, ഫസീദ്, ബാറ്റിൽ. ഓക്കെ, ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നിക്കാഹ്. നിക്കാഹ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പ്രചാരമുള്ള വിവാഹ രീതിയാണിത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മതത്തോടെ മുല്ല എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതൻ്റെയും ഇരുഭാഗത്തു നിന്നുമുള്ള സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ നടത്തുന്ന വിവാഹമാണ് നിക്കാഹ്. അപ്പോൾ ഈ ഒരു വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്താണ്? അവരുടെ പിതാവിൻ്റെ സ്വത്തിലൊക്കെ പൂർണ്ണ അവകാശമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പാണ് മുദ. മുദ എന്ന് പറയുന്നത് താൽക്കാലിക ബന്ധമായ ഈ വിവാഹ രീതി അത്ര സാധാരണമല്ല. അപ്പോൾ സുന്നികൾക്കിടയിലെ നിക്കാഹ് മാത്രമാണ് അംഗീകരിക്കപ്പെട്ട വിവാഹം. മുദ രീതിയിൽ വിവാഹത്തിന് മുൻപ് തന്നെ വിവാഹത്തിൻ്റെ ഒരു കാലാവധി നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവാഹബന്ധം എന്താണ്? പിന്നീട് സ്ഥിരമാക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്താണ്? പിതാവിൻ്റെ സ്വത്തിൽ പൂർണ്ണ അവകാശമുണ്ട്, എന്നാൽ ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളത്ര കോമൺ ആയിട്ട് കണ്ടുവരാത്തൊരു ടൈപ്പ് മാരേജ് ആണ് മുദ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എന്താണ്? ടെമ്പററി ആയിട്ടുള്ള ഒരു മാരേജ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ്? ഈ ഒരു വിവാഹത്തിന് മുൻപ് തന്നെ ഈ ഒരു വിവാഹത്തിൻ്റെ കാലാവധി നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് പോകണമെങ്കിൽ ആ വിവാഹബന്ധത്തിൽ തന്നെ തുടരണമെങ്കിൽ അവർക്കത് സ്ഥിരമാക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ എന്താണ്? ഒരു താൽക്കാലികപരമായിട്ടുള്ളൊരു വിവാഹം ആയതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്താണ്? അവരുടെ ഫാദറിൻ്റെ സൈഡിലെ സ്വത്തിനും കാര്യങ്ങൾക്കൊക്കെ അവകാശമുണ്ട്. പക്ഷെ ആ ഒരു ഭാര്യയ്ക്ക് ആ ഒരു ഭർത്താവിൻ്റെ സ്വത്തിലോ കാര്യങ്ങളിലോ ഒന്നും അവകാശം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് മാരേജ് ആണ് ഫസീദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസീദ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് ഫസീദ് വിവാഹമാണ്. വിവാഹത്തിന് പാലിക്കേണ്ട ഔപചാരിക രീതികൾ പൂർത്തീകരിക്കാത്ത വിവാഹമാണ്, അഥവാ ക്രമമില്ലാത്തതുമാണ് ഈ ഒരു മാരേജ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഈ 5ാമത്തെ വിവാഹം അല്ലെങ്കിൽ അന്യമതത്തിൽ നിന്നുള്ളൊരു ഇൻ്റർ റിലീജിയൻ മാരേജസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫസീദ് എന്ന് പറയുന്ന മാരേജിൽ വരുന്നത്. ഇതിനെന്താണ്? ഒരു ക്രമക്കേട് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് മാരേജ് ആണ് ബാറ്റിൽ. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിവാഹത്തിൻ്റെ തത്വങ്ങൾ പാലിക്കാത്തൊരു വിവാഹ രീതി തന്നെയാണ് ബാറ്റിൽ എന്ന കാറ്റഗറിയിൽ വരുന്നത്. എന്താണ്? മുസ്ലിം മാരേജസിൻ്റെ ആ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു ട്രഡീഷൻസോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യാത്തൊരു ടൈപ്പ് മാരേജ് ആണ് ബാറ്റിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് മാരേജസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാരേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡെഫിനിഷൻ ഓഫ് മാരേജ്, അതുപോലെ മാരേജിൻ്റെ ധർമ്മങ്ങൾ, വിവാഹത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ കുറച്ച് ടൈപ്പ് മാരേജസ് നമ്മൾ പറഞ്ഞു. മാരേജ് മോണോഗമി എന്താണെന്ന് പറഞ്ഞു, പോളിഗമി എന്താണെന്ന് പറഞ്ഞു. പോളിഗമിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത 2 മാരേജസ് ആണ്, പോളിയാൻഡ്രിയും പോളിഗൈനിയും. അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുണ്ടായത്. പിന്നെ 2 ട്രഡീഷൻസ് ഓഫ് ഹിന്ദു ട്രഡീഷൻ അനുസരിച്ചിട്ടുള്ള കുറച്ച് പണ്ട് നിലനിന്നിരുന്ന പരമ്പരാഗതപരമായിട്ടുള്ള മാരേജസ്, അതുപോലെ മുസ്ലിംസുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു 4 ടൈപ്പ് മാരേജസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.